ശ്രീമന്നാരായണീയം ദശകം 35 ശ്രീരാമചരിത വർണ്ണനം തുടർച്ച. ഹനുമത് സംഗമം വരെയുള്ള ഭാഗം നമ്മൾ കഴിഞ്ഞ ദശകത്തിൽ വർണ്ണിച്ചു കേട്ടു. തുടർന്നുള്ള ഭാഗങ്ങളാണ് ഈ ദശകത്തിൽ പറയുന്നത്. കേവലം ഒരു കഥാവിവരണം എന്നതിലുപരി ഭഗവാൻ തനിക്ക് നേരിട്ട ദുഃഖങ്ങളെ ലീലയായി സ്വീകരിച്ച് ധർമ്മ സംസ്ഥാപനം നടത്തുവാൻ കാട്ടിയ ആ കരുണയെയാണ് ഭട്ടതിരിപ്പാട് ഇവിടെ സ്തുതിക്കുന്നത്. സീതാദേവി അന്വേഷിച്ച ഋഷ്യമുഖാചലത്തിന് സമീപത്തെത്തിയ ശ്രീരാമനെയും ലക്ഷ്മണനെയും കണ്ട് ഭയന്ന സുഗ്രീവൻ ബാലിയുടെ ചാരന്മാരാണോ എന്ന് സംശയിച്ച് അവരെക്കുറിച്ച് അറിയുവാനായിട്ട് ഹനുമാനെ അവരുടെ സമക്ഷത്തേക്ക് അയച്ചു. ഹനുമാനാകട്ടെ ഒരു ബ്രാഹ്മണന്റെ വേഷത്തിലാണ് രാമലക്ഷ്മണന്മാരുടെ മുന്നിൽ എത്തുന്നത്. അത്യന്തം വിനയത്തോടും ശുദ്ധമായ ഭാഷയോടും കൂടിയ ബ്രാഹ്മണന്റെ സംസാരിക്കുന്ന ശൈലി കേട്ട് ശ്രീരാമൻ ആകൃഷ്ടനായി. ഹനുമാന്റെ വാക്കുകളിലെ പാണ്ഡിത്യവും ഭക്തിയും തിരിച്ചറിഞ്ഞ രാമൻ ലക്ഷ്മണനോട് ഹനുമാന്റെ മഹത്വത്തെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞു. ഇത് കേട്ട് തന്റെ മുന്നിൽ നിൽക്കുന്നത് സാക്ഷാൽ വിഷ്ണുവിന്റെ അവതാരമായ ശ്രീരാമനാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ഹനുമാൻ തന്റെ ആ വടുവേഷത്തെ വെടിഞ്ഞ് സ്വന്തം രൂപം പ്രാപിക്കുകയും രാമപാതാരങ്ങളിൽ വീണ് നമസ്കരിക്കുകയും ചെയ്തു. അതിനുശേഷം ഇരുവരെയും തന്റെ തോളിലെടുത്ത് സുഗ്രീവന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ ഹനുമാന്റെ മധ്യസ്ഥതയിൽ അഗ്നിസാക്ഷിയായി രാമസുഗ്രീവ സഖ്യം ഉറപ്പിച്ച ശേഷമാണ് സുഗ്രീവൻ തന്റെ സങ്കടങ്ങളും ബാലിയുമായിട്ടുള്ള ശത്രുതയുടെ കഥയും ശ്രീരാമനോട് വിവരിക്കുന്നത്. മഹിഷാസുരനായ ദുന്ദുഭിയെ ബാലി വധിച്ചതിന് ശേഷം ദുന്ദുഭിയുടെ മകനായ മായാവി ബാലിയോട് യുദ്ധത്തിന് വന്നു. എന്നാൽ ബാലിയുടെ ആ വീര്യപരാക്രമത്താൽ മായാവി ഭയന്ന് ഒരു വലിയ ഗുഹയ്ക്കുള്ളിൽ ഒളിച്ചു. ബാലി അവനെ പിന്തുടർന്ന് ഗുഹയിൽ കയറി ഗുഹാമുഖത്ത് കാത്തു നിൽക്കുവാൻ സുഗ്രീവനോട് നിർദ്ദേശിക്കുകയും ചെയ്തു. ഒരു വർഷത്തോളം കാത്തിരുന്നിട്ടും ബാലി പുറത്തു വന്നില്ല. ഒടുവിൽ ഗുഹയിൽ നിന്ന് രക്തം ഒഴുകി വരുന്നതും അസുരന്റെ അലർച്ചയും കേട്ട സുഗ്രീവൻ ബാലി കൊല്ലപ്പെട്ടു എന്ന് കരുതി അസുരൻ പുറത്തു വന്ന് നാടിനെ നശിപ്പിക്കാതിരിക്കുവാൻ സുഗ്രീവൻ ഒരു വലിയ പാറ കൊണ്ട് ഗുഹാമുഖം അടച്ച് കിഷ്കിന്ധയിലേക്ക് മടങ്ങുകയും ചെയ്തു. തുടർന്ന് മന്ത്രിമാരുടെ നിർബന്ധത്താൽ രാജാവായി ഭരണമേൽക്കുകയും ചെയ്തു. അതിനുശേഷമാണ് അസുരനെ വധിച്ച് മടങ്ങിയെത്തിയ ബാലി സുഗ്രീവൻ രാജാവായത് കണ്ട് കോപിഷ്ഠനായി. സുഗ്രീവൻ തന്നോട് വഞ്ചന കാട്ടി രാജ്യം തട്ടിയെടുക്കുവാൻ ഗുഹയിലിട്ട് കൊല്ലാൻ ശ്രമിച്ചതാണെന്ന് ബാലി തെറ്റിദ്ധരിച്ചു. സുഗ്രീവൻ എത്ര വിശദീകരിച്ചിട്ടും അതൊന്നും കേൾക്കുവാൻ കൂട്ടാക്കാതെ ബാലി അവനെ കിഷ്കിന്ധയിൽ നിന്ന് ആട്ടിയോടിച്ചു. മാത്രമല്ല സുഗ്രീവന്റെ ഭാര്യയായ രുമയെ ബാലി നിർബന്ധപൂർവം സ്വന്തമാക്കുകയും ചെയ്തു. മതംഗ മഹർഷിയുടെ ആ ശാപത്താൽ ബാലിക്ക് പ്രവേശിക്കുവാൻ കഴിയാത്ത ഒരേ ഒരു സ്ഥലമായിരുന്നു ഋഷ്യമുഖാചലം. സുഗ്രീവൻ ഭയത്തോടെ അവിടെ ഒളിച്ചു താമസിക്കുകയാണെന്ന് രാമനോട് പറഞ്ഞു. തന്റെ ഭാര്യയെ വീണ്ടെടുക്കുവാനും ബാലിയുടെ ഉപദ്രവത്തിൽ നിന്ന് മോചനം നേടുവാനും സഹായിക്കണമെന്ന് സുഗ്രീവൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. ബാലിയെ വധിച്ച് സുഗ്രീവന് രാജ്യം തിരികെ നൽകാമെന്ന് ശ്രീരാമൻ വാക്ക് നൽകുകയും ചെയ്തു. തുടർന്നുള്ള ഭാഗങ്ങളാണ് നമുക്ക് ശ്ലോകങ്ങളിലായിട്ട് പറയുവാനുള്ളത്. ഒന്നാമത്തെ ശ്ലോകം: നീത സുഗ്രീവ മൈത്രീം തദനു ഹനുമതാ ദുന്ദുഭേ കായമുച്ചൈ ക്ഷിപ്ത്വാങ്കുഷ്ഠേന ഭൂയോ ലൂലവിധയുഗപത് പത്രിണാ സപ്തസാലാൻ ഹത്വാ സുഗ്രീവ ഖാദോദ്യതം അതുലബലം ബാലിനം വ്യാജവൃത്യാ വർഷാവേലാമനീഷീർ വിരഹതരളിതസ്ത്വം മദംഗാശ്രമാന്തേ. നീതഃ സുഗ്രീവ മൈത്രീം തദനു ഹനുമത ദുന്ദുഭേഃ കായം ഉച്ചൈഃ ക്ഷിപ്ത്വാം അങ്കുഷ്ഠേന പൂയഃ ലുലുവിധ യുഗപത് പത്രിണാ സപ്തസാലാൻ ഹത്വാ സുഗ്രീവ ഖാദ ഉദ്യതം അതുലബലം ബാലിനം വ്യാജവൃത്യാ വർഷാം വേലാം അനീഷിഃ വിരഹ തരളിതഃ ത്വം മദംഗ ആശ്രമാന്തേ. തദനു അതിനുശേഷം ഹനുമത ഹനുമാനാൽ സുഗ്രീവ മൈത്രീം നീതഃ സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്യുന്നതിലേക്ക് ഏർപ്പെട്ടുകൊണ്ട് പിന്നീട് സുഗ്രീവന് വിശ്വാസം വരുവാനായിട്ട് ദുന്ദുഭേഹേ കായം ആ ദുന്ദുഭി എന്ന അസുരന്റെ ശരീരഭാഗം അങ്കുഷ്ഠേന ഉച്ചൈഹി ക്ഷിപ്ത്വ കാലിന്റെ പെരുവിരൽ കൊണ്ട് ഉയർത്തിയെറിഞ്ഞിട്ട് പൂയക പിന്നീട് പത്രിണ ഒരു ഒറ്റ ശരം കൊണ്ട് സപ്തസാലാൻ 7 സാലമരങ്ങളെ, അതായത് 7 പാലമരങ്ങളാണ്, ആ 7 പാലമരങ്ങളെ യുഗപത് ലുലുവിധ ആ ഒറ്റ അസ്ത്രത്താൽ ഒരുമിച്ച് ആ 7 മരങ്ങളെയും മുറിച്ചു വീഴ്ത്തുകയും ചെയ്തു. അതിനുശേഷം സുഗ്രീവ ഖാദ ഉദ്യതം സുഗ്രീവനെ കൊല്ലുവാൻ മുതിർന്ന അതുലബലം ബാലിനം അതിബലവാനായ ബാലിയെ വ്യാജവൃത്യ ഹത്വ മറഞ്ഞു നിന്ന് വധിച്ചിട്ട്
എന്നിട്ട് വർഷാവേലാം പിന്നീട് ആ വർഷക്കാലം മുഴുവൻ ത്വം അങ്ങ് വിരഹതരളിതഹ സീതയുടെ വേർപാടിൽ ദുഃഖിച്ചുകൊണ്ട് മതംഗാശ്രമാന്തേ മതംഗാശ്രമത്തിന്റെ സമീപത്ത് അനീഷിഹി കഴിച്ചുകൂട്ടി. അങ്ങനെ ബാലിയെ ഭയന്ന് കഴിഞ്ഞിരുന്ന സുഗ്രീവന് ശ്രീരാമന്റെ ബലത്തിൽ ആദ്യം ഒരു സംശയമുണ്ടായിരുന്നു. അതൊന്ന് മാറ്റുവാനായിട്ടാണ് രാമൻ തന്റെ കാൽവിരൽ കൊണ്ട് ദുന്ദുഭിയുടെ ഭാരമേറിയ അസ്ഥികൂടം യോജനകൾക്കപ്പുറത്തേക്ക് തെറിപ്പിച്ചതും ഒരൊറ്റ അമ്പെയ്ത് ആ 7 സാലമരങ്ങളെയും തുളച്ചതും. അതുപോലെ തന്നെ ബാലിക്ക് മുമ്പിൽ നേരിട്ട് നിൽക്കുന്നവരുടെ പകുതി ശക്തി ബാലിയിലേക്ക് ആവാഹിക്കപ്പെടും എന്ന ബ്രഹ്മദേവന്റെ വരത്തെ മാനിച്ചുകൊണ്ടും സുഗ്രീവന് കൊടുത്ത വാക്കിന് വിഘ്നം സംഭവിക്കാതിരിക്കുവാനും മാത്രമല്ല ജ്യേഷ്ഠൻ പിതാവിന് തുല്യനാണ്. ഒരു ജ്യേഷ്ഠൻ അനുജന്റെ ഭാര്യയെ മകളെ പോലെയോ മരുമകളെ പോലെയോ കാണേണ്ട സ്ഥാനത്താണ് അധർമ്മം പ്രവർത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ അധർമ്മ വഴിയിൽ സഞ്ചരിച്ച ബാലിയെ ഒരു രാജാവ് വേട്ടക്കാരൻ എപ്രകാരമാണോ വന്യമൃഗത്തെ വധിക്കുന്നത് അപ്രകാരം തന്നെ ആ ധർമ്മത്തോടെ മറഞ്ഞു നിന്ന് വധിക്കുകയാണ് ചെയ്തത്. കിഷ്കിന്ധാകാന്ഡത്തിലെ എല്ലാ കഥാസന്ദർഭങ്ങളെയും മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഈ ഒരൊറ്റ ശ്ലോകത്തിൽ കോർത്തിണക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം രാമായണത്തിലെ കഥ വിശദീകരിച്ചു പോയ ഇവിടെ എങ്ങും നിൽക്കത്തില്ല. എന്നാലും ഏറെക്കുറെ എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ബാലിവധത്തിന് ശേഷം സീതാന്വേഷണം തുടങ്ങാൻ മഴക്കാലം കഴിയണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഭഗവാൻ വിരഹ ദുഃഖം കടിച്ചമർത്തി ആ കാലയളവ് മുഴുവൻ മതംഗാശ്രമ പരിസരത്ത് തന്നെ വസിച്ചു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. നീത സുഗ്രീവ മൈത്രീം തദനു ഹനുമതാ ദുന്ദുഭേ കായമുച്ചൈ ക്ഷിപ്ത്വാങ്കുഷ്ഠേന ഭൂയോ ലൂലവിധയുഗപത് പത്രിണാ സപ്തസാലാൻ ഹത്വാ സുഗ്രീവ ഖാദോദ്യതം അതുലബലം ബാലിനം വ്യാജവൃത്യാ വർഷാവേലാമനീഷീർ വിരഹതരളിതസ്ത്വം മതംഗാശ്രമാന്തേ. രണ്ടാമത്തെ ശ്ലോകം. സുഗ്രീവേണാനുജോക്ത്യ സഭയമഭിയതാ വ്യൂഹിതാം വാഹിനീം താം ഋക്ഷാണാം വീക്ഷ്യ ദിക്ഷു ദ്രുതമദദൈതാം മാർഗണായാവനമ്രാം സന്ദേശം ചാങ്കുലീയം പവനസുതകരീം പ്രാദിശോ മോദശാലീ മാർഗേ മാർഗേ മമാർഗേ കപിഭിരപി തദാ ത്വത്പ്രിയാ സപ്രയാസൈ. സുഗ്രീവേണ അനുജോക്ത്യ സഭയം അഭിയത വ്യൂഹിതാം വാഹിനീം താം ഋക്ഷാണാം വീക്ഷ്യ ദിക്ഷു ദ്രുതം അഥ ദൈതാ മാർഗണായ ആവനമ്രാം സന്ദേശം ച അങ്കുലീയം പവനസുതകരേ പ്രാദിശഃ മോദശാലി മാർഗേ മാർഗേ മമാർഗേ കപിഭിഃ അപി തഥാ ത്വത്പ്രിയ സപ്രയാസൈഃ. അങ്ങനെ ഒരു വർഷക്കാലം കഴിഞ്ഞു. എന്നിട്ടും സുഗ്രീവൻ വന്നില്ല എന്ന് കണ്ട് അനുജനെ അന്വേഷിച്ചു വിടുകയാണ്. അനുജോക്യ അനുജനായ ലക്ഷ്മണന്റെ വാക്ക് കേട്ടിട്ട് സഭയം അഭിയത ഭയന്ന് ഓടിവന്ന സുഗ്രീവേണ സുഗ്രീവനാൽ വ്യൂഹിതാം വിളിച്ചു ചേർക്കപ്പെട്ട ഋക്ഷാണാം വാനരന്മാരുടെ താം വാഹിനിയും ആ വലിയ സൈന്യത്തെ ദ്രുതം പെട്ടെന്ന് തന്നെ ദിക്ഷു ദിക്കുകൾ തോറും ദൈതാമാർഗണായ ഭഗവാന്റെ പ്രിയപത്നിയായ സീതാദേവിയെ അന്വേഷിക്കുന്നതിനായിട്ട് ആവനമ്രാം വീക്ഷ്യ വന്നിച്ചു നിൽക്കുന്ന അവരെ കണ്ടിട്ട് ത്വം അല്ലയോ ഭഗവാനെ അവിടുന്ന് മോദശാലി സന്തോഷത്തോടുകൂടി സന്ദേശം അങ്കുലീയം ച തന്റെ അങ്കുലീയവും അടയാളവാക്യവും പവനസുതകരെ ഹനുമാന്റെ കയ്യിൽ പ്രാദിശഃ കൊടുത്തു. തഥാ അപ്പോൾ പ്രയാസൈഹി പ്രയത്നശീലരായ കപിഭിഹി അഭി ആ വാനര ശ്രേഷ്ഠന്മാരാകട്ടെ മാർഗേ മാർഗേ പോകുന്ന ഓരോ മാർഗങ്ങളിലൂടെയും എല്ലായിടത്തും പല പല വഴികളിലായിട്ട് തിരിഞ്ഞ് ത്വത്പ്രിയ സ അവിടുത്തെ പ്രിയപത്നിയെ മമാർഗേ അവിടുത്തെ പ്രിയപത്നിയായ സീതാ
സീതാദേവിയെ തിരഞ്ഞ് പുറപ്പെട്ടു. അങ്ങനെ മഴക്കാലം കഴിഞ്ഞിട്ടും വിഷയസുഖങ്ങളിൽ മുഴുകി വാക്കുപാലിക്കാതിരുന്ന സുഗ്രീവനെ ലക്ഷ്മണൻ പോയി താക്കീത് ചെയ്തു. അപ്പോൾ ഭയന്നോടിയെത്തിയ സുഗ്രീവൻ നാനാഭാഗത്തു നിന്നും കോടിക്കണക്കിന് വാനരന്മാരെയും കരടികളെയും വിളിച്ചുകൂട്ടി 4 ദിശകളിലേക്കും സീതയെ അന്വേഷിക്കുവാനായിട്ട് നിയോഗിച്ചു. അങ്ങനെ ആ പടയെ കണ്ട് അവരിൽ സീതയെ കണ്ടെത്തുവാൻ ഏറ്റവും പ്രാപ്തൻ ഹനുമാനാണെന്ന് മനസ്സിലാക്കിയ ശ്രീരാമചന്ദ്രൻ സന്തോഷത്തോടുകൂടി ഹനുമാനെ അടുത്ത് വിളിച്ച് സീതയോട് പറയുവാനുള്ള ചില സ്വകാര്യ സന്ദേശങ്ങളും താനാണ് രാമദൂതൻ എന്ന് തെളിയിക്കുവാനുള്ള ഭഗവാന്റെ ആ മുദ്രാരത്നവും അടയാള മോതിരവും നൽകി ആശീർവദിച്ച് അയച്ചു. തുടർന്ന് വാനരന്മാർ എല്ലാ വഴികളിലും അതീവ പരിശ്രമത്തോടെ തന്നെ സീതയെ തിരഞ്ഞ് പുറപ്പെട്ടു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. സുഗ്രീവേണാനുജോക്ത്യ സഭയമഭിയത വ്യൂഹിതാം വാഹിനീം താം ഋക്ഷാണാം വീക്ഷ്യ ദിക്ഷു ദ്രുതമദദൈതാം മാർഗണായാവനമ്രാം സന്ദേശം ചാങ്കുലീയം പവനസുതകരീം പ്രാദിശോ മോദശാലി മാർഗേ മാർഗേ മമാർഗേ കപിഭിരപി തദാ ത്വത്പ്രിയാ സപ്രയാസൈ. മൂന്നാമത്തെ ശ്ലോകം. ത്വദ്വാർത്താ കർണനോദ്യ ഗരുദുരുജവ സമ്പാദി സമ്പാദി വാക്യ പ്രോത്തീർണാർണോധിർ അന്തർനഗരി ജനഗജാം വീക്ഷ്യ ദത്വാങ്കുലീയം പ്രക്ഷുദ്യോദ്യാനമക്ഷക്ഷപണചണരണ സോഡബന്ധോ ദശാസ്യം ദൃഷ്ട്വാ പ്ലുഷ്ട്വാ ചലങ്കാം ഝടിതി സ ഹനുമാൻ മൗലിരത്നം ദദൗ തേ. ത്വദ്വാർത്ത കർണനഃ ഉദ്യത് ഗരുദ് ഉരു ജവ സമ്പാദി സമ്പാദി വാക്യ പ്രോത്തീർണ അർണോദിഃ അന്തർനഗരി ജനഗജാം വീക്ഷ്യ ദത്വാ അങ്കുലീയം പ്രക്ഷുദ്യ ഉദ്യാനം അക്ഷക്ഷപണ ചണരണഃ സോഡബന്ധഃ ദശാസ്യം ദൃഷ്ട്വാ പ്ലുഷ്ട്വാ ച ലങ്കാം ഝടിതി സഹ ഹനുമാൻ മൗലിരത്നം ദദൗ തേ. ത്വതുവാർത്ത കർണനഃ അങ്ങനെ അങ്ങയുടെ വാർത്ത കേട്ടപ്പോൾ ഉദ്യത് ഗരുദ് വളർന്നു വന്ന പുതുതായി മുളച്ചു വന്ന ചിറകോടുകൂടിയവനും ഉരുജവ കഠിനമായ വേഗതയുള്ളവനുമായ അതായത് അതിവേഗതയിൽ പറക്കുവാൻ സാധിക്കുന്നവനുമായ സമ്പാദി സമ്പാദി വാക്യ ജടായുവിന്റെ സഹോദരനായ സമ്പാദിയുടെ വാക്ക് കേട്ട് പ്രോത്തീർണ അർണോദിഹി ആ മഹാസമുദ്രത്തെ കടന്ന് ഹനുമാൻ അന്തർനഗരി ആ ലങ്കാനഗരിക്കുള്ളിൽ പ്രവേശിച്ചിട്ട് ജനഗജാം വീക്ഷ്യ ജനകപുത്രിയായ സീതാദേവിയെ കണ്ട് അങ്കുലീയം ദത്തുവ ഭഗവാൻ കൊടുത്തുവിട്ട സന്ദേശവും ആഴിമോതിരവും നൽകി ആശ്വസിപ്പിച്ചിട്ട് ഉദ്യാനം പ്രക്ഷുപ്തിയ രാവണന്റെ അശോകവനിക തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് അക്ഷക്ഷപണ ചണരണഃ അതിനെ തടുക്കുവാനായിട്ട് വന്ന രാവണപുത്രനായ അക്ഷകുമാരനെ വധിച്ച് അതിസാമർത്ഥ്യത്തോടെ അങ്ങനെ നിൽക്കുമ്പോൾ സോഡബന്ധഃ രാവണന്റെ മൂത്തപുത്രനായ മേഘനാഥൻ വന്ന് ബ്രഹ്മാസ്ത്രത്തെ പ്രയോഗിച്ചുകൊണ്ട് ദശാസ്യം ദൃഷ്ടുവ 10 തലയുള്ള രാവണനെ ചെന്ന് കണ്ട് സംസാരിക്കുകയും ചെയ്തു. അത് ഇഷ്ടപ്പെടാതിരുന്ന രാവണനാകട്ടെ ഹനുമാന്റെ വാലിൽ തുണി ചുറ്റി തീ വെക്കുകയും ആ തീ കൊണ്ട് ലങ്കാം പ്ലുഷ്ടുവാച ലങ്കാപുരിയെ മുഴുവൻ തീ വെച്ച് ദഹിപ്പിക്കുകയും ചെയ്തിട്ട് സഹ ഹനുമാൻ ആ ഹനുമാനാകട്ടെ ഝടിതി വളരെ വേഗത്തിൽ തേ അങ്ങയുടെ സമീപത്തേക്ക് തിരിച്ചു വന്നിട്ട് മൗലിരത്നം ദദൗ സീതാദേവി കൊടുത്തയച്ച ആ ചൂടാരത്നത്തെ സമർപ്പിക്കുകയും ചെയ്തു. സീതാദേവിയെ കാണാതെ വാനരന്മാർ നിരാശരായപ്പോൾ അവർ പറഞ്ഞ രാമകഥ കേട്ട് ചിറകുകൾ തിരികെ ലഭിച്ച ജടായുവിന്റെ സഹോദരനായ സമ്പാദിയാണ് സീത ലങ്കയിലുണ്ടെന്ന വിവരം നൽകുന്നത്. ഹനുമാൻ സമുദ്രം ചാടിക്കടന്ന് ലങ്കയിലെത്തി അശോകവനികയിൽ വെച്ച് സീതയെ കണ്ട് രാമന്റെ സന്ദേശവും അടയാളമോതിരവും നൽകി ആശ്വസിപ്പിച്ചുകൊണ്ട് ഒരു ദൂതന്റെ കർത്തവ്യം നിർവഹിക്കുന്നതിന്റെ ഭാഗമായി രാവണനെ കണ്ട് മുന്നറിയിപ്പ് കൊടുക്കുവാനായിട്ട് ചെന്ന ഹനുമാൻ രാവണന്റെ ഉദ്യാനം തകർക്കുകയും അതിനെ എതിർക്കുവാൻ വന്ന രാവണപുത്രനായ അക്ഷകുമാരനെ വധിക്കുകയും ചെയ്തു.
അതിനുശേഷം രാവണന്റെ മൂത്തപുത്രനായ മേഘനാഥനാൽ പ്രയോഗിച്ച ബ്രഹ്മാസ്ത്രത്തിന് വഴങ്ങിക്കൊണ്ട് രാവണ സഭയിലെത്തി രാവണന് താക്കീത് നൽകുകയും ചെയ്തു. എന്നാൽ ക്രോധത്താൽ അന്ധനായി തീർന്ന രാവണൻ ഹനുമാന്റെ വാലിന് തീ കൊളുത്തിയപ്പോൾ ആ തീയാൽ തന്നെ ലങ്കയുടെ ഏറിയ ഭാഗവും കത്തിച്ച് ചാമ്പലാക്കുകയും ചെയ്തു. അതിനുശേഷം തിരികെ രാമന്റെ അടുത്തെത്തിയ ഹനുമാൻ സീതാദേവി നൽകിയ ചൂടാമണി രാമന് കൈമാറിക്കൊണ്ട് ഞാൻ ദേവിയെ കണ്ടു എന്ന ആശ്വാസ വാർത്ത രാമനെ അറിയിക്കുകയും ചെയ്തു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. ത്വദ്വാർത്താ കർണനോദ്യ ഗരുദുരുജവ സമ്പാദി സമ്പാദി വാക്യ പ്രോത്തീർണാർണോധിർ അന്തർനഗരി ജനഗജാം വീക്ഷ്യ ദത്വാങ്കുലീയം പ്രക്ഷുദ്യോദ്യാനമക്ഷക്ഷപണചണരണ സോഡബന്ധോ ദശാസ്യം ദൃഷ്ട്വാ പ്ലുഷ്ട്വാ ചലങ്കാം ഝടിതി സഹനുമാൻ മൗലിരത്നം ദദൗ തേ. നാലാമത്തെ ശ്ലോകം. ത്വം സുഗ്രീവാംഗദാദിപ്രബല കപി ചമൂചക്രവിക്രാന്ത ഭൂമിചക്രോ അഭിക്രമ്യ പാരേ ജലധി നിശിചരേന്ദ്രാനുജാശ്രീയമാണ തത്പ്രോക്തം ശത്രുവാർത്താം രഹസി നിശമയൻ പ്രാർത്ഥനാപാർത്യരോഷാം പ്രാസ്താഗ്നേയാസ്ത്രതേജസ്ത്രസദുദധിഗിര ലബ്ധവാൻ മധ്യമാർഗം. ത്വം സുഗ്രീവ അംഗദാദി പ്രബല കപി ചമൂചക്ര വിക്രാന്ത ഭൂമിചക്രഃ അഭിക്രമ്യ പാരേ ജലധി നിശിചരേന്ദ്ര അനുജ ആശ്രീയമാണഃ തതു പ്രോക്തം ശത്രുവാർത്താം രഹസി നിശമയൻ പ്രാർത്ഥന അപാർത്ഥ്യ രോഷഃ പ്രാസ്ത അഗ്നേയാസ്ത്ര തേജസ് ത്രസത് ഉദതി ഗിര ലബ്ധവാൻ മധ്യമാർഗം. ത്വം അങ്ങ് സുഗ്രീവ അംഗദാദി പ്രബല കപി ചമൂചക്രം സുഗ്രീവൻ അംഗദൻ തുടങ്ങി പ്രബലരായ വാനരന്മാരുടെ നേതൃത്വത്തിൽ അവരോടുകൂടി വിക്രാന്ത ഭൂമിചക്രഹ ഭൂമണ്ഡലം മുഴുവൻ ഇളക്കി മറിച്ചുകൊണ്ട് അഭിക്രമ്യ പുറപ്പെട്ട് പാരേ ജലധി സമുദ്രതീരത്ത് എത്തിച്ചേർന്നു. അവിടെ വെച്ച് നിശിചരേന്ദ്ര അനുജഹ രാവണന്റെ അനുജനായ വിഭീഷണൻ ആശ്രീയമാണഹ ആശ്രയത്തിനായി വന്ന് ചേരുകയും അദ്ദേഹത്തിന് അഭയം നൽകുകയും ചെയ്തു. തുടർന്ന് രഹസി തത് പ്രോക്തം ശത്രുവാർത്താം വിഭീഷണനിൽ നിന്ന് രാവണന്റെ ലങ്കയിലെ ആ രഹസ്യ വൃത്താന്തങ്ങളെല്ലാം നിശമയൻ കേട്ട ശേഷം ലങ്കയിലേക്ക് പോകുന്നതിനായിട്ട് സമുദ്രദേവനോട് വഴിക്കായിട്ട് പ്രാർത്ഥിച്ചു. എന്നാൽ ആ പ്രാർത്ഥന അപാർത്ഥ്യ തന്റെ പ്രാർത്ഥന നിഷ്ഫലമായി എന്ന് കണ്ട് അതിലുണ്ടായ കോപത്താൽ പ്രാസ്ത അഗ്നേയ അസ്ത്ര തേജഃ തൊടുത്തുവിട്ട അഗ്നേയാസ്ത്രത്തിന്റെ തേജസ് കൊണ്ട് ത്രസത് ഉദതി ഗിര ഭയന്നു വിറച്ച സമുദ്രദേവന്റെ വാക്കുകളാൽ മധ്യമാർഗം ലബ്ധവാൻ സമുദ്രത്തിന് നടുവിലൂടെ സേതുബന്ധനത്തിനായിട്ടുള്ള ആ മാർഗം സമുദ്രദേവൻ വന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. സുഗ്രീവൻ അംഗദൻ തുടങ്ങിയ വീരന്മാരായ വാനരന്മാരുടെ പ്രബലമായ വലിയൊരു സൈന്യത്തോടൊപ്പം ഭൂമിയെ മുഴുവൻ നടുക്കിക്കൊണ്ട് അവിടുന്ന് കടൽ തീരത്തെത്തി. അവിടെ വെച്ച് രാവണന്റെ സഹോദരനായ വിഭീഷണൻ ഭഗവാനെ ശരണം പ്രാപിക്കുകയും വിഭീഷണൻ രഹസ്യമായി പറഞ്ഞു തന്ന ലങ്കയിലെ ശത്രുബലത്തിന്റെ വിവരങ്ങളെല്ലാം ഭഗവാൻ കേട്ടറിഞ്ഞുകൊണ്ട് സമുദ്രം കടക്കുവാൻ വഴി യാചിച്ചിട്ടും സമുദ്രദേവൻ പ്രത്യക്ഷപ്പെടാതിരുന്നപ്പോൾ അവിടുത്തെ പ്രാർത്ഥന വ്യർത്ഥമായി എന്ന് കണ്ടപ്പോൾ അങ്ങയ്ക്കുണ്ടായ കഠിനമായ കോപത്താൽ അവിടുന്ന് തൊടുത്തുവിട്ട അഗ്നിയാസ്ത്രത്തിന്റെ ഭയാനകമായ തേജസ് കൊണ്ട് ഭയന്ന് വിറച്ച സമുദ്രദേവൻ ഓടിയെത്തി മാപ്പപേക്ഷിച്ചിട്ട് സമുദ്രത്തിന് നടുവിലൂടെ സേതു കെട്ടുവാനുള്ള വഴി അങ്ങയ്ക്ക് കാണിച്ചു തരികയും ചെയ്തു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. ത്വം സുഗ്രീവാംഗദാദി പ്രബല കപി ചമൂചക്രവിക്രാന്ത ഭൂമിചക്രോ അഭിക്രമ്യ പാരേ ജലധി നിശിചരേന്ദ്രാനുജാശ്രീയമാണ തത്പ്രോക്തം ശത്രുവാർത്താം രഹസി നിശമയൻ പ്രാർത്ഥനാപാർത്യരോഷാം പ്രാസ്താഗ്നേയാസ്ത്രതേജസ്ത്രസദുദധിഗിര ലബ്ധവാൻ മധ്യമാർഗം. ശ്ലോകം 5.
കേശൈരാശാന്തരോപാഹൃതഗിരിനികരൈർസേതുമാധാപ്യയാദോ യാതുന്യാമർദ്യ ദംഷ്ട്രാനഖശിഖരി ശിലാസാലശസ്ത്രൈ സ്വസൈന്യേ വ്യാകുർവൻ സാനുജസ്ത്വം സമരഭുവി പരം വിക്രമം ശക്രജേത്ര വേഗാന്നാഗാസ്ത്രബന്ധ പതകപതി ഗരുന്മാരുതൈർമോചിതോ ഭൂ കീശൈഃ ആശാന്തര ഉപാഹൃത ഗിരിനികരൈഃ സേതും ആധാപ്യ യാതഃ യാതൂനി ആമർദ്യ ദംഷ്ട്രാ നഖ ശിഖരി ശിലാ സാല ശസ്ത്രൈഃ സ്വസൈന്യൈഃ വ്യാകുർവൻ സാനുജഃ ത്വം സമരഭുവി പരം വിക്രമം ശക്രജേത്ര വേഗാത് നാഗാസ്ത്രബന്ധഃ പതകപതി ഗരുന്മാരുതൈഃ മോചിതഃ അഭുഹു. ആശാന്തര ഉപാഹൃത നാനാദിക്കുകളിൽ നിന്നും കൊണ്ടുവരപ്പെട്ട ഗിരിനികരൈഹി പർവ്വതക്കൂട്ടങ്ങൾ കൊണ്ട് കീശൈഹി വാനരന്മാരാൽ സേതും ആധാപ്യ സമുദ്രത്തിനു കുറുകെ പാലം പണിയിച്ചിട്ട് യാതഹ അങ്ങനെ ആ സമുദ്രത്തിന് കുറുകെ കടന്ന് ലങ്കാപുരിയിൽ എത്തി. പിന്നീട് യുദ്ധം തുടങ്ങുകയും ആ യുദ്ധത്തിൽ കല്ലുകൾ, നഖങ്ങൾ, പർവ്വതങ്ങൾ, പാറക്കല്ലുകൾ, മരങ്ങൾ എന്നിവയാകുന്ന ആയുധങ്ങളോട് കൂടിയ സ്വസൈന്യെ സ്വന്തം വാനര സൈന്യത്തെ കൊണ്ട് യാതൂൻ ആമർദ്യ രാക്ഷസന്മാരെ തിരിഞ്ഞു നിന്ന് മർദ്ദിപ്പിച്ചിട്ട് സമരഭുവി ആ യുദ്ധക്കളത്തിൽ സാനുജഹാത്വം സ്വന്തം അനുജനായ ലക്ഷ്മണനോടുകൂടി അങ്ങ് പരം വിക്രമം വ്യാകുർവൻ അത്യന്തം പരാക്രമം കാണിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ശക്രജേത്രാഹ ആ ശക്രനെ ജയിച്ചവനായ ഇന്ദ്രനെ ജയിച്ചവനായ ഇന്ദ്രജിത്തിനാൽ ആ മേഘനാഥനാൽ വേഗാത് നാഗാസ്ത്രബന്ധ പെട്ടെന്ന് മറഞ്ഞു നിന്നുകൊണ്ട് നാഗാസ്ത്രത്തെ അവർക്ക് നേരെ പ്രയോഗിച്ച് രാമലക്ഷ്മണന്മാരെ ബന്ധിക്കുകയും ചെയ്തു. എന്നാൽ പതകപതി ഗരുന്മാരുതൈഹി ആ പക്ഷി രാജാവായ ഗരുഡന്റെ ചിറകടിയാലുള്ള ആ കാറ്റാൽ മോചിതഹ അഭു ആ നാഗാസ്ത്ര ബന്ധത്തിൽ നിന്ന് മോചിതനായി തീരുകയും ചെയ്തു. അങ്ങനെ വാനരന്മാർ നാടിന്റെ പല ഭാഗത്തു നിന്നും ചുമന്നു കൊണ്ടുവന്ന കൂറ്റം മലകളും പാറകളും ഉപയോഗിച്ച് സമുദ്രത്തിനു കുറുകെ സേതു നിർമ്മിക്കുകയും ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ആ പാലത്തിലൂടെ തന്റെ സൈന്യത്തോടൊപ്പം ലങ്കയിലെത്തുകയും തുടർന്ന് വാനരന്മാർക്ക് പ്രത്യേകം ആയുധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവർ സ്വന്തം പല്ലുകളും നഖങ്ങളും വൃക്ഷങ്ങളും പാറക്കല്ലുകളും ഉപയോഗിച്ച് രാക്ഷസപ്പടയെ ചതച്ച് അരയ്ക്കുകയും ചെയ്തു. അങ്ങനെ യുദ്ധം നടന്നുകൊണ്ടേ ഇരുന്നു ഒരു വഴിക്ക്. അതേസമയം തന്നെ ശ്രീരാമനും ലക്ഷ്മണനും യുദ്ധക്കളത്തിൽ ഘോരമായ പോരാട്ടം നടത്തുമ്പോൾ അദൃശ്യനായി നിന്ന് യുദ്ധം ചെയ്ത ഇന്ദ്രജിത്ത് നാഗാസ്ത്രമെയ്ത് ഭഗവാനെയും ലക്ഷ്മണനെയും കെട്ടിയിടുകയും എന്നാൽ സർപ്പങ്ങളുടെ നിത്യശത്രുവായ ഗരുഡൻ അവിടെ എത്തിയപ്പോൾ തന്നെ ഗരുഡന്റെ ആ ചിറകടിച്ച കാറ്റേറ്റ് നാഗങ്ങൾ ഭയന്നോടുകയും ശ്രീരാമ ലക്ഷ്മണന്മാർ നാഗപാശ ബന്ധനത്തിൽ നിന്ന് പെട്ടെന്ന് മുക്തരാവുകയും ചെയ്തു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. കീശൈരാശാന്തരോപാഹൃതഗിരിനികരൈർ സേതുമാധാപ്യയാദോ യാതുന്യാമർദ്യ ദംഷ്ട്രാനഖശിഖരി ശിലാസാലശസ്ത്രൈ സ്വസൈന്യേ വ്യാകുർവൻ സാനുജസ്ത്വം സമരഭുവി പരം വിക്രമം ശക്രജേത്രാം വേഗാന്നാഗാസ്ത്രബന്ധ പതകപതി ഗരുൻ മാരുതൈർമോചിതോ ഭൂ. ആറാമത്തെ ശ്ലോകം. സൗമിത്രീ സ്തുപ്തശക്തി പ്രഹൃതി ഗളദ സൂർവാദജ ആനീതശൈല ക്രാണാത് പ്രാണാനുപേദോ വികൃണുത കുസൃതി ശ്ലാഘിനം മേഘനാഥം മായാക്ഷോഭേഷു മൈ ഭീഷണ വചനഹൃതസ്തംഭന കുംഭകർണം സംപ്രാപ്തം കമ്പിതോർവീതലം അഖില ചമൂഭക്ഷിണം വീക്ഷിണോസ്ത്വം. സൗമിത്രിഃ തു അത്ര ശക്തി
പ്രകൃതി ഗളത അസുഹു വാതജ ആനീത ശൈല ഘ്രാണാത് പ്രാണാൻ ഉപേദഃ വ്യകൃണുത കുസൃതി ശ്ലാഘിനം മേഘനാദം മായാക്ഷോഭേഷു വൈഭീഷണ വചന ഹൃദസ്തംഭനഃ കുംഭകർണം സംപ്രാപ്തം കമ്പിത ഊർവീതലം അഖില ചമൂഭക്ഷിണം വീക്ഷിണോഹോ ത്വം. അത്ര അപ്രകാരം ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കെ ആ യുദ്ധത്തിൽ സൗമിത്രിഹി തു സുമിത്രാപുത്രനായ ലക്ഷ്മണനാകട്ടെ ശക്തി പ്രകൃതി ഗളത അസുഹു ഇന്ദ്രജിത്തിനാൽ പ്രയോഗിക്കപ്പെട്ട ശക്തിവേലിന്റെ ആഘാതം കൊണ്ട് പ്രാണൻ നഷ്ടപ്പെടും എന്ന അവസ്ഥയിലെത്തിയ ലക്ഷ്മണനെ വാതജ ആനീത ശൈലഘ്രാണാത് വാതജൻ കൊണ്ടുവരപ്പെട്ട വായുപുത്രനായ ഹനുമാനാൽ കൊണ്ടുവരപ്പെട്ട പർവ്വതത്തോടു കൂടി തന്നെയാണ് ഇളക്കിക്കൊണ്ടു പോകുന്നത്. മൃതസഞ്ജീവനി എന്ന ഔഷധമാണ്. അതിന്റെ ആ ക്രാണം ശ്വസിച്ചപ്പോൾ തന്നെ പ്രാണൻ ഉപേദക ഉറങ്ങി എഴുന്നേൽക്കും പോലെ എഴുന്നേറ്റു വന്ന ലക്ഷ്മണൻ കുസൃതി ശ്ലാഘിനം കപടതന്ത്രങ്ങൾ ഉപയോഗിച്ച് മായാപ്രയോഗത്തിലൂടെ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന മേഘനാഥനെ വികൃണുത നിഗ്രഹിക്കുകയും ചെയ്തു. അതിനുശേഷം മായാക്ഷോഭേഷു ഇപ്രകാരം ഈ രാക്ഷസന്മാർ മായായുദ്ധം ചെയ്യുന്നത് കൊണ്ട് പൊറുതിമുട്ടിയ വാനരന്മാരും ഭഗവാനും ഉൾപ്പെടെ പരിഭ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ വൈഭീഷണ വചന ഹൃദസ്തംഭനഃ വിഭീഷണന്റെ വാക്കുകൾ കേട്ട് ഇതെല്ലാം തനിക്ക് പരിചിതമായതുകൊണ്ട് വിഭീഷണൻ മുന്നേ അതിനെയെല്ലാം പറഞ്ഞുകൊടുത്ത് ആശ്വസിപ്പിച്ചുകൊണ്ടേയിരുന്നു. ആ വിഭീഷണന്റെ വചനങ്ങളാൽ പരമാർത്ഥബോധം വീണ്ടെടുത്തുകൊണ്ട് ത്വം അങ്ങ് കമ്പിത ഊർവീതലം തന്റെ ശരീരത്തിന്റെ ഭാരം കൊണ്ട് ഭൂമി കുലുങ്ങുമാറ് സംപ്രാപ്തം യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി വന്നവനും അഖില ചമൂഭക്ഷിണം ആ വാനര സൈന്യത്തെ മുഴുവൻ പിടിച്ചു തിന്നുന്നവനുമായ കുംഭകർണം ആ കുംഭകർണനെ വൃക്ഷീണോഹോ സംഹരിക്കുകയും ചെയ്തു. അങ്ങനെ യുദ്ധത്തിനിടയിൽ മേഘനാഥന്റെ ശക്തി ആയുധമേറ്റ് ബോധരഹിതനായി പ്രാണൻ വെടിയുന്ന അവസ്ഥയിലായ ലക്ഷ്മണനെ ഹനുമാൻ സമുദ്രവും കടന്ന് ആ ദിവ്യമായ ഔഷധത്തെ പർവ്വതത്തോടുകൂടി പറിച്ചെടുത്തുകൊണ്ടുവന്നു. ആ മരുന്നുകളുടെ മണം ഏറ്റ മാത്രയിൽ തന്നെ ഉണർന്നെഴുന്നേൽക്കും പോലെ എഴുന്നേറ്റു വന്ന ആ ലക്ഷ്മണനാകട്ടെ മായായുദ്ധത്തിൽ അത്യന്തം മിടുക്കനായിരിക്കുന്ന ആ ഇന്ദ്രജിത്തിനെ വധിക്കുകയും ചെയ്തു. പിന്നീട് രാക്ഷസന്മാരുടെ ആ മായാപ്രയോഗങ്ങൾ കൊണ്ട് സഹിക്കെട്ട് വാനരന്മാരാകെ പരിഭ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് കണ്ട് ഭഗവാൻ ആകെ ആകുലപ്പെട്ടുകൊണ്ടിരുന്ന അവസ്ഥയിൽ വിഭീഷണൻ അപ്പപ്പോൾ വന്ന് തന്റെ അനുഭവജ്ഞാനത്തോടുകൂടിയ വാക്കുകൾ കേട്ട് ഭഗവാന്റെ ആ സ്തംഭനാവസ്ഥ മാറി തുടർന്ന് തടിച്ച ആ ശരീരത്തിന്റെ ഭാരം കാരണം ഭൂമി പോലും കുലുങ്ങുമാറി ചവിട്ടി കുലുക്കി നടന്നു വരുന്ന കുംഭകർണൻ വാനരന്മാരെ എല്ലാം പിടിച്ചു തിന്നുകൊണ്ട് യുദ്ധഭൂമിയിലേക്ക് എത്തിയ കുംഭകർണനെ വധിക്കുകയും ചെയ്തു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. സൗമിത്രീ സ്തുത ശക്തി പ്രകൃതി ഗളദസൂർ വാദജാനീത ശൈലഘ്രാണാത് പ്രാണാനുഭേദോ വ്യകൃണുത കുസൃതി ശ്ലാഘിനം മേഘനാദം മായാക്ഷോഭേഷു വൈഭീഷണവജനഹൃദ സ്തംഭന കുംഭകർണം സംപ്രാപ്തം കമ്പിത ഊർവീതലമഖില ചമൂഭക്ഷിണം വൃക്ഷിണോസ്ത്വം. ശ്ലോകം 7. ഗൃഹ്ണൻ ജംഭാരി സംപ്രേക്ഷിത രഥകവചൗ രാവണേനാഭിയുധ്യൻ ബ്രഹ്മാസ്ത്രേണാസ്യ ഭിന്ദൻ ഗളദതിമബലാം അഗ്നിശുദ്ധാം പ്രഗൃഹ്ണൻ ദേവശ്രേണീവരോ ജീവിത സമരമൃതൈർ അക്ഷതൈരിക്ഷസംഘൈർ ലങ്കാഭർത്രാജസാഗം നിജനഗരമഗാ സപ്രിയാ പുഷ്പകേന. ഗൃഹ്ണൻ ജംഭാരി സംപ്രേക്ഷിത രഥകവചൗ രാവണേന അഭിയുധ്യൻ ബ്രഹ്മാസ്ത്രേണ അസ്യ ഭിന്ദൻ ഗളദതിം അബല അഗ്നിശുദ്ധാം പ്രഗൃഹ്ണൻ ദേവശ്രേണി വരോജീവിത സമരമൃതൈഃ അക്ഷതൈഃ ഋക്ഷസംഘൈഃ ലങ്കാ
ലങ്കാഭർത്ര ച സാകം നിജനഗരം അഗാഹ സപ്രിയ പുഷ്പകേണ ജംഭാരി സംപ്രേക്ഷിത രഥ കവചൗ. ജംഭാരി ദേവേന്ദ്രനാൽ കൊടുത്തയച്ച രഥത്തെയും കവചത്തെയും ഗൃഹ്ണൻ സ്വീകരിച്ചുകൊണ്ട് രാവണേന അഭിയുദ്ധ്യൻ രാവണന് സമം നിന്നുകൊണ്ട് യുദ്ധം ചെയ്ത് ബ്രഹ്മാസ്ത്രത്താൽ അസ്യ ഗളതതിം ഹിന്ദൻ അവന്റെ ആ 10 തലകളും അരിഞ്ഞു വീഴ്ത്തിയിട്ട് അഗ്നിശുദ്ധാം അബലാം തന്റെ പ്രിയ പത്നിയായ സീതാദേവിക്ക് അഗ്നിശുക്തിയും വരുത്തി അവളെ പ്രഗൃഹൻ സന്തോഷത്തോടെ സ്വീകരിച്ചിട്ട് ദേവശ്രേണി വരോജീവിത സമരമൃതൈഹി ദേവസമൂഹത്തിന്റെ വരബലത്താൽ യുദ്ധത്തിൽ മരിച്ചവർക്ക് ജീവൻ തിരികെ നൽകപ്പെട്ടിട്ട് അക്ഷതൈഹി പരിക്കുകളൊന്നുമില്ലാതെ പൂർണ്ണരായി തീർന്ന വൃക്ഷസംഗൈഹി വാനരന്മാരോടും കരടികളോടും ലങ്കാഭർത്ര ച സാകം ലങ്കാധിപതിയായ വിഭീഷണനോടും സപ്രിയ ത്വം പ്രിയപത്നിയോടും കൂടി അങ്ങ് പുഷ്പക വിമാനത്തിൽ ഏറി നിജനഗരം അഗാഹ സ്വന്തം നഗരമായ അയോധ്യയിലേക്ക് മടങ്ങിപ്പോയി. അങ്ങനെ ശ്രീരാമൻ നിലത്തു നിന്നും രാവണൻ രഥത്തിലിരുന്നും യുദ്ധം ചെയ്യുന്നത് കണ്ട ഇന്ദ്രൻ തന്റെ സാരഥിയായ മാതലിയെ ദിവ്യരഥവും കവചവുമായിട്ട് രാമന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. രാമൻ അത് സ്വീകരിച്ചുകൊണ്ട് രാവണനോട് വീറോടെ പോരാടുകയും ചെയ്തു. അങ്ങനെ ഭീകരമായ ആ യുദ്ധത്തിനൊടുവിൽ അഗസ്ത്യമുനി ഉപദേശിച്ച ആദിത്യഹൃദയ മന്ത്രസ്മരണയോടെ ഭഗവാൻ ബ്രഹ്മാവ് നൽകിയ മഹാ അസ്ത്രം പ്രയോഗിച്ച് രാവണന്റെ 10 തലകളും അറുത്തുമാറ്റി അവനെ വധിച്ചു. രാവണ വധത്തിന് ശേഷം ലോക അപവാദം ഒഴിവാക്കുവാനും ദേവിയുടെ ശുദ്ധി ലോകത്തെ ബോധ്യപ്പെടുത്തുവാനും സീതാദേവിയുടെ അഗ്നിപ്രവേശം നടത്തുവാനായിട്ട് രാമദേവൻ ആവശ്യപ്പെട്ടു. അതിൻ പ്രകാരം ലക്ഷ്മണൻ കൂട്ടിയ ചിതയിലേക്ക് ദേവി പ്രവേശിക്കുകയും എന്നാൽ അഗ്നിദേവൻ തന്നെ ദേവിയെ പരിശുദ്ധയായി രാമന് തിരികെ നൽകുകയും ചെയ്തു. അങ്ങനെ യുദ്ധം അവസാനിച്ചപ്പോൾ ഇന്ദ്രാദി ദേവന്മാർ പ്രത്യക്ഷപ്പെട്ട് രാമനോട് വരം ചോദിക്കുവാൻ ആവശ്യപ്പെട്ടു. യുദ്ധത്തിൽ മരിച്ചു വീണ മുഴുവൻ വാനരന്മാർക്കും കരടികൾക്കും ജീവൻ തിരികെ നൽകണമെന്നും അവരുടെ മുറിവുകളെല്ലാം ഉണങ്ങണമെന്നുമായിരുന്നു രാമന്റെ ആവശ്യം. ദേവന്മാർ അത് സാധിച്ചു നൽകി. തുടർന്ന് ധർമ്മിഷ്ഠനായ വിഭീഷണനെ ലങ്കാധിപതിയായിട്ട് അഭിഷേകം ചെയ്യുകയും ചെയ്തു. അവസാനം വിഭീഷണൻ നൽകിയ പുഷ്പക വിമാനത്തിൽ സീതാദേവി, ലക്ഷ്മണൻ, സുഗ്രീവൻ, ഹനുമാൻ, വിഭീഷണൻ എന്നിവരോടും കൂടി മറ്റ് വാനരസേനയോടും കൂടി ശ്രീരാമൻ സന്തോഷത്തോടെ സ്വന്തം നാടായ അയോധ്യയിലേക്ക് തിരിച്ചു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. ഗൃഹ്ണൻ ജംഭാരി സംപ്രേക്ഷിതരഥ കവചൗ രാവണേനാഭിയുദ്ധ്യൻ ബ്രഹ്മാസ്ത്രേണാസ്യ ഭിന്ദൻ ഗളദതിമബലാം അഗ്നിശുദ്ധാം പ്രഗൃഹ്ണൻ ദേവശ്രേണീവരോ ജീവിത സമരമൃതൈർ അക്ഷതൈർക്ഷസംഘൈർ ലങ്കാഭർത്രാ ച സാകം നിജനഗരമഗാ സപ്രിയാ പുഷ്പകേണ. ശ്ലോകം 8. പ്രീതോ ദിവ്യാഭിഷേകൈരായുധസമധികാൻ വത്സരാൻ പര്യരംസി മൈഥില്യാം പാപവാചാ ശിവ ശിവ കില താം ഗർഭിണീമഭ്യഹാസി ശത്രുഘ്നേനാർദ്ദയിത്വാ ലവണനിശിചരം പ്രാർത്ഥയത് ശൂദ്രപാശം താവത് വാത്മീകി ഗേഹേ കൃതവസതിരുപാസൂദസീതാസുതൗ തേ. പ്രീതഃ ദിവ്യ അഭിഷേകൈഃ ആയുധസമധികാൻ വത്സരാൻ പര്യരംസീഃ മൈഥില്യാം പാപവാചാ ശിവ ശിവ കില താം ഗർഭിണീം അഭ്യഹാസീഃ ശത്രുഘ്നേന ആർദ്ദയിത്വാ ലവണനിശിചരം പ്രാർത്ഥയഃ ശൂദ്രപാശം താവത് വാത്മീകി ഗേഹേ കൃതവസതിഃ ഉപാസൂത സീതാ സുതൗ തേ. ദിവ്യ അഭിഷേകൈഃ പ്രീതഃ ദിവ്യമായ രാജ്യ അഭിഷേക ചടങ്ങുകളാൽ സന്തോഷഭരിതനായി ആയുധസമധികാൻ വത്സരാൻ 10,000-ലധികം വർഷങ്ങൾ പര്യരംസീഹി ആനന്ദത്തോടെ കഴിച്ചുകൂട്ടി. ശിവ ശിവ കഷ്ടം കഷ്ടം. ദൂർധനായ ഒരു അലക്കുകാരന്റെ പാപമംഗിലമായ വാക്ക് കേട്ടിട്ട് ജന അപവാദം ഭയന്നിട്ട് ഗർഭിണിയും താം മൈഥില്യാം കില ഗർഭിണിയായിരിക്കുന്ന സീതാദേവിയെ അഭ്യഹാസീഹി അങ്ങ് ഉപേക്ഷിക്കുക തന്നെ ചെയ്തുവല്ലോ ഭഗവാനെ. പിന്നീട് ശത്രുഘ്ന
ശത്രുഘ്നേന അങ്ങയുടെ അനുജനായ ശത്രുഘ്നനെ കൊണ്ട് ലവണ നിശിചരം ആർദയിത്വ ലവണൻ എന്ന ആ രാക്ഷസനെ വധിപ്പിച്ചിട്ട് ശൂദ്രപാശം പാർത്തേഹ ആ ശൂദ്രനായ ശംഭൂകനെയും അങ്ങ് വധിച്ച് മോക്ഷവും നൽകി. താവത് എന്നാൽ അതേ അവസരത്തിൽ വാത്മീകി ഗേഹേ കൃതവസതിഹി വാത്മീകി മഹർഷിയുടെ ആശ്രമത്തിൽ അഭയം പ്രാപിച്ച സീതാദേവി തേ സുതൗ ഉപാസൂത അങ്ങയുടെ രണ്ട് പുത്രന്മാരെ അതായത് ലവനെയും കുശനെയും പ്രസവിച്ചു. അങ്ങനെ അയോധ്യയിൽ വെച്ച് ദിവ്യമായ ചടങ്ങുകളോടെ രാജ്യാഭിഷേകമെല്ലാം നടന്നു. തുടർന്ന് 10,000-ലധികം വർഷങ്ങൾ അവിടുന്ന് അയോധ്യയിൽ ധർമ്മരാജാവായിട്ട് തന്നെ വാണു. എന്നാൽ കഷ്ടം, എന്തൊരു കഷ്ടമാണ്! അയോധ്യയിലെ ഒരു മഹാപാപി, ഒരു അലക്കുകാരൻ പറഞ്ഞ വാക്ക് കേട്ടിട്ട് ഗർഭിണിയായിരിക്കുന്ന പ്രിയപത്നി സീതാദേവിയെ അങ്ങ് വനത്തിൽ ഉപേക്ഷിക്കുക തന്നെ ചെയ്തു. അതിനുശേഷം ലവണാസുരൻ എന്ന രാക്ഷസനെ അവിടുന്ന് അനുജനായ ശത്രുഘ്നനെ അയച്ച് വധിച്ചു. കൂടാതെ ധർമ്മമര്യാദ പാലിക്കുന്നതിനായിട്ട് അനർഹമായിട്ട് തപസ് ചെയ്തുകൊണ്ടിരുന്ന ശംഭൂകൻ എന്ന അസുരനെയും അവിടുന്ന് ശിക്ഷിച്ചു. ആ സമയത്ത് വനത്തിൽ വാത്മീകി മഹർഷിയുടെ ആശ്രമത്തിൽ അഭയം പ്രാപിച്ചു കഴിഞ്ഞിരുന്ന സീതാദേവി അങ്ങയുടെ പുത്രന്മാരായ ലവനെയും കുശനെയും പ്രസവിച്ചു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. പ്രീതോ ദിവ്യാഭിഷേകൈരയുധ സമധികാൻ വത്സരാൻ പര്യരംസി മൈഥില്യാം പാപവാചാ ശിവ ശിവ കിലതാം ഗർഭിണീമഭ്യഹാസി ശത്രുഘ്നേനാർത്തയിത്വാ ലവണ നിശിചരം പ്രാർത്ഥയ ശൂദ്രപാശം താവദ്വാത്മീകി ഗേഹേ കൃതവസതിരുപാസൂത സീതാസുതൗ തേ. 9-ാമത്തെ ശ്ലോകം. വാത്മീകേ ത്വത്സുതോദ്ഗാപിതമധുരഹൃദേ രാജ്ഞയാ യജ്ഞവാടേ സീതാം ത്വയാപ്തു കാമേ ക്ഷിതിമവിശദസൗ ത്വം ച കാലാർത്തിതോ ഭൂ ഹേതോ സൗമിത്രിഘാതി സ്വയമധ സരയൂമഗ്നനിശേഷഭൃത്യൈ സാഗം നാഗം പ്രയാതോ നിജപദ മഗമോ ദേവ വൈകുണ്ഠമാദ്യം. വാത്മീകേഹേ ത്വത്സുതോദ്ഗാപിത മധുരകൃതേഹേ ആജ്ഞയാ യജ്ഞവാടേ സീതാം ത്വയി ആപ്തുകാമേ ക്ഷിതിം അവിശദ അസൗ ത്വം ച കാലാർത്തിതഃ അപൂഹു ഹേതോഃ സൗമിത്രീഘാതി സ്വയം അധ സരയൂമഗ്ന നിശേഷഭൃത്യൈഃ സാഗം നാഗം പ്രയാതഃ നിജപദം അഗമഃ ദേവ വൈകുണ്ഠം ആദ്യം. ത്വത്സുത ഉദ്ഗാപിത മധുരകൃതേഹേ അങ്ങയുടെ പുത്രന്മാര് ആലപിച്ച ആ മധുരതരമായിട്ടുള്ള കൃതി രാമായണ കാവ്യമുള്ള വാത്മീകേഹേ വാത്മീകി മഹർഷിയുടെ ആജ്ഞയാ നിർദ്ദേശപ്രകാരം യജ്ഞവാടേ അശ്വമേധ യാഗശാലയിൽ വെച്ച് തൊയി അങ്ങ് സീതാം ആപ്തുകാമേ സീതാദേവിയെ സ്വീകരിക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ അസൗ ക്ഷിതിം അവിശത് ആ സീതാദേവിയാകട്ടെ ഭൂമിയിലേക്ക് തന്നെത്താൻ താഴ്ന്നുപോയി. ത്വം ച അതിനുശേഷം അങ്ങ് കാലാർത്തിത അപൂഹു കാലദേവനാൽ ആ ധർമ്മദേവനാൽ അവതാര ലക്ഷ്യം പൂർത്തിയായ വിവരം അപേക്ഷിക്കപ്പെട്ടവനായി തീരുകയും ഹേതോഹോ അതിന് ഹേതുവായത് ആ കാലദേവനുമായിട്ടുള്ള രഹസ്യ സംഭാഷണത്തിന് തടസ്സം നിൽക്കുന്നവരെ ഉപേക്ഷിക്കണം അല്ലെങ്കിൽ വധിക്കും എന്ന ആ ഒരു വാക്ക് പാലിക്കേണ്ട കാരണത്താൽ സൗമിത്രീഘാതി അങ്ങ് ലക്ഷ്മണന്റെ ഘാതകനായി തീരുകയും ചെയ്തു. അഥ അനന്തരം സരയൂമഗ്ന നിശേഷഭൃത്യൈഹി അങ്ങാകട്ടെ സരയൂ നദിയിൽ ജലസമാധി അടയുകയും ചെയ്തു. സാഗം സരയൂ നദിയിൽ മുങ്ങി പ്രാണത്യാഗം ചെയ്ത സമസ്ത ഭൃത്യന്മാരോടും പ്രജകളോടും വാനരന്മാരോടും കൂടെ അതായത് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഈ ദേവന്മാരെല്ലാം കവികളായി മറ്റു ഭൂമിയിൽ അവതരിച്ചത്. അവരെല്ലാം തന്നെ ഭഗവാന്റെ കൂടെ പോവുകയാണ് ചെയ്തത്. അതാണ് പറയുന്നത് നാഗം പ്രയാതക സ്വർഗത്തിലേക്ക് ആ ദിവ്യ ലോകത്തിലേക്ക് തിരിച്ചുപോയി. എന്നാൽ സ്വയം അവിടുന്ന് തനിയെ ആദ്യം നിജപദം വൈകുണ്ഠം അഗമഹ ആദ്യ വൈകുണ്ഠമായ അതായത് പ്രകൃതിക്ക് അതീതമായ അങ്ങയുടെ യഥാർത്ഥ വാസസ്ഥലമായ വൈകുണ്ഠത്തിലേക്ക് മടങ്ങിപ്പോയി. ഹേ ദേവ അല്ലയോ ഭഗവാനെ. അപ്പൊ ഇവിടെ വളരെ അധികം പറയാനുള്ള ഒരു ഭാഗമാണ് ഇത്രയും ചുരുക്കി മേൽപ്പത്തോട് പറഞ്ഞിരിക്കുന്നത്. അശ്വമേധ യാഗശാലയിൽ വെച്ച് വാത്മീകി മഹർഷിയുടെ നിർദ്ദേശപ്രകാരം ഭഗവാന്റെ പുത്രന്മാരായ ആ ലവനും കുശനും ചേർന്ന് അതിമനോഹരമായിട്ട് ആ രാമായണ കാവ്യത്തെ ആലപിച്ചു. അത് എഴുതിയതോ വാത്മീകി മഹർഷിയായിരുന്നു. അത് കേട്ട് പ്രസന്നനായ അങ്ങ് സീതാദേവിയെ വീണ്ടും സ്വീകരിക്കുവാൻ ആഗ്രഹിച്ചു
സാധിച്ചുവെങ്കിലും സ്വന്തം വിശുദ്ധി തെളിയിച്ച് സീതാദേവി ഭൂമിദേവിയുടെ മഴത്തെട്ടിലേക്ക് അപ്രത്യക്ഷമാവുകയും ചെയ്തു. തുടർന്ന് അവതാര ലക്ഷ്യം പൂർത്തിയായ വിവരം അറിയിക്കുവാനായിട്ട് ആ കാലദേവൻ, ആ യമൻ അങ്ങയുടെ അടുത്തെത്തുകയും കാലദേവനുമായിട്ടുള്ള രഹസ്യ സംഭാഷണ വേളയിൽ തടസ്സം നിൽക്കുന്നവരെ വധിക്കും എന്ന ആ പ്രതിജ്ഞ പാലിക്കുവാനായിട്ട് അങ്ങയ്ക്ക് പ്രാണതുല്യനായ തന്റെ അനുജനായ ലക്ഷ്മണനെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. അതിനുശേഷം അവിടുന്ന് ഭൂമിയിലെ അവതാര ലീലകൾ അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചുകൊണ്ട് അങ്ങയെ പിരിഞ്ഞിരിക്കാൻ സാധിക്കാത്ത അയോധ്യയിലെ സമസ്ത പ്രജകളും വാനരന്മാരും സരയൂ നദിയിൽ മുങ്ങി അങ്ങയോടൊപ്പം യാത്രയായി. അവിടുന്ന് അവരെ എല്ലാം അവരവരുടേതായിട്ടുള്ള പുണ്യലോകത്തിലേക്ക് അയച്ചതിനു ശേഷം സ്വന്തം ധാമമായ ആദ്യ വൈകുണ്ഠ ലോകത്തിലേക്ക് മടങ്ങി പോവുകയും ചെയ്തു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. വാത്മീകേ തൊത്സുതോദ്ഗാപിത മധുരഹൃദേ രാജ്ഞയാ യജ്ഞവാടേ സീതാം ത്വയ്യാപ്തു കാമീക്ഷിതിമവിശദസൗ ത്വം ച കാലാർത്തിതോ ഭൂ ഹേതോ സൗമിത്രികാദി സ്വയമഥ സരയോ മഗ്ന നിശേഷഭൃത്യൈ സാഗം നാഗം പ്രയാദോ നിജപദമഗമോ ദേവ വൈകുണ്ഠമാദ്യം. ശ്ലോകം 10. സോയം മർത്യാവതാരസ്തവ ഖലു നിയതം മർത്യശിക്ഷാർത്ഥമേവം വിശ്ലേഷാർത്തിർനിരാഗസ്ത്യ ജനമഭിഭവേത് കാമധർമാദിസക്ത്യാ നോ ചേത് സ്വാത്മാനുഭൂതേ ഖനു തവ മനസോ വിക്രിയാ ചക്രപാണി സത്വം സത്വൈകമൂർത്തേ പവനപുരപദേ വ്യാധനോ വ്യാധിതാപാൻ. സഹ അയം മർത്യാവതാരഃ തവ ഖലു നിയതം മർത്യ ശിക്ഷാർത്ഥം ഏവം വിശ്ലേഷ ആർത്തിഃ നിരാഗസ്ത്യ ജനം അപി ഭവേത് കാമ ധർമ്മ അതിസക്ത്യാ നോ ചേത് സ്വാത്മാനുഭൂതേഃ ക്വനു തവ മനസഃ വിക്രിയ ചക്രപാണി സഹ ത്വം സത്വൈകമൂർത്തേ പവനപുരപദേ വ്യാധനു വ്യാധിതാപാൻ. ചക്രപാണി, അല്ലയോ ചക്രപാണിയായ ഭഗവാനെ, തവ സഹ അയം മർത്യാവതാരഃ, അങ്ങയുടെ ഈ ശ്രീരാമനായിട്ടുള്ള മനുഷ്യ അവതാരം നിയതം തീർച്ചയായും ഏവം മർത്യ ശിക്ഷാർത്ഥം ഖലു, മനുഷ്യന്മാരെ ഭൗതികമായിട്ടുള്ള ജീവിത സത്യങ്ങൾ പഠിപ്പിക്കുവാൻ വേണ്ടി മാത്രമുള്ളതാണ്. കാമധാംന അതിസത്യ, ആ കാമത്തിന്റെ, ആ അനുരാഗത്തിന്റെ, അല്ലെങ്കിൽ അമിതമായിട്ട് ആ സംസാര വിഷയങ്ങളിൽ ആസക്തരായി പോയാൽ വിശ്ലേഷാർത്ഥിഹി, ആ വിരഹ ദുഃഖവും നിരാഗസ്ത്യജനമപി, ആ നിരപരാധികളായിട്ടുള്ള പ്രിയപ്പെട്ടവരെ ഉപേക്ഷിക്കേണ്ട അവസ്ഥയും ഭവേത് ഉണ്ടാകും എന്ന് മനുഷ്യരെ ബോധ്യപ്പെടുത്തുവാനാണ് ഭഗവാൻ ഇങ്ങനെ ഈ ലീല കാട്ടിയത്. നോ ചേത്, അങ്ങനെയല്ലായിരുന്നു എങ്കിൽ, ഇത് മനുഷ്യരെ പഠിപ്പിക്കാനുള്ളതല്ലായിരുന്നു എങ്കിൽ, സ്വാത്മാനുഭൂതേഹേ, എല്ലായ്പ്പോഴും സ്വന്തം ആത്മാവിൽ തന്നെ രമിച്ചിരിക്കുന്ന ആ പരമാനന്ദത്തിൽ ലയിച്ച് ലീനമായിട്ടിരിക്കുന്ന അങ്ങയുടെ തവ മനസ്സഹ, അങ്ങയുടെ മനസ്സിന് വിക്രിയാക്വനു, വികാര വിചാരങ്ങളും ദുഃഖങ്ങളും എവിടെ നിന്നുണ്ടാകാനാണ്? ഒരിക്കലുമില്ല. സത്വൈകമൂർത്തേ, ശുദ്ധ സത്വഗുണം മാത്രം മൂർത്തീഭവിച്ച അല്ലയോ ഭഗവാനെ, പവനപുരപതി ഗുരുവായൂരപ്പ, സഹ ത്വം, ആ ഭഗവാനായ അങ്ങ് മേ വ്യാധിതാപാൻ, എന്റെ രോഗങ്ങളെയും മാനസിക ദുഃഖങ്ങളെയും വ്യാധനു പാടേ അകറ്റി രക്ഷിക്കണമേ. അല്ലയോ ഗുരുവായൂരപ്പ, ചക്രപാണിയായ ഭഗവാനെ, അങ്ങയുടെ ശ്രീരാമ അവതാരം എന്നത് മനുഷ്യർക്ക് ധർമ്മോപദേശം നൽകുവാനും ജീവിത സത്യങ്ങൾ കാട്ടിക്കൊടുക്കുവാനും വേണ്ടിയുള്ളതായിരുന്നു. കാമത്തിനും വിഷയസുഖങ്ങൾക്കും അമിതമായി അടിപ്പെട്ടാൽ വേർപിരിയലിന്റെ കഠിനമായ ദുഃഖവും അപവാദം ഭയന്ന് നിരപരാധികളായിട്ടുള്ള സ്വന്തം പത്നിമാരെ പോലും ഉപേക്ഷിക്കേണ്ടി വരുന്ന ദാരുണ അവസ്ഥയും ഉണ്ടാകുമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുവാനാണ് അവിടുന്ന് സീതാവിരഹവും ദുഃഖവും അനുഭവിച്ച് അഭിനയിച്ചത്. അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ എപ്പോഴും ആത്മാരാമനായിട്ട് സ്ഥിതി ചെയ്യുന്ന അവിടുത്തെ ആ നിർവികാരമായിട്ടുള്ള മനസ്സിനെ ലൗകിക ദുഃഖങ്ങൾ എപ്രകാരമാണ് ബാധിക്കുന്നത്? അങ്ങനെ ഒരിക്കലും സംഭവിക്കുകയില്ല. ശുദ്ധ സത്വഗുണത്തിന്റെ സ്വരൂപമായ ഹേ ഗുരുവായൂരപ്പ, ആ ശ്രീരാമദേവനായിട്ട് വിളങ്ങുന്ന അവിടുന്ന് എന്റെ രോഗങ്ങളെയും ശാരീരിക മാനസികമായിട്ടുള്ള താപങ്ങളെയും എല്ലാം പൂർണ്ണമായി അകറ്റി എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ദശകം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മേൽപ്പത്തൂർ. സോയം
മർത്യാവതാരസ്തവ ഖലു നിയതം മർത്യശിക്ഷാർത്ഥമേവം വിശ്ലേഷാർത്തിർനിരാഗസ്ത്യ ജനമഭിഭവേത് കാമധർമാദിസക്ത്യാ നോച്ചേത് സ്വാത്മാനുഭൂതേ കോനു തവ മനസോ വിക്രിയാ ചക്രപാണി സത്വം സത്വൈകമൂർത്തേ പവനപുരപദേ വ്യാധനോ വ്യാധിതാപാൻ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ 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 ഹരി ഓം.